ഇത് രഘുവിന്റെ വീടാണോ? അതെ. ഇതാണോ ഗുരുവായൂര്? ലീവ് ആപ്ലിക്കേഷനിൽ അങ്ങനെയായിരുന്നല്ലോ. നമ്മളെവിടെ കണ്ടത്? സ്റ്റേഷനില് ASI റിട്ടയർ ആയത് അവിടുന്ന. പേര്? വർഗീസ്. ഞങ്ങൾ ഒന്നിച്ച് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അതിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. സർവീസ് അല്ലാണ്ട് രഘു സാറിന് ഒരുപാട് ഏർപ്പാടുണ്ടല്ലേ? ജീവിക്കണ്ടേ സാറേ? ഈ KL 13M 9089 ഓട്ടോറിക്ഷ ആരുടെ? ഇവിടുത്തെ വണ്ടിയാ. അതിപ്പോ എവിടെയുണ്ട്? പുറയില്ല. കാണിച്ചു. അച്ഛന്റെ വണ്ടിയാ സാറേ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 2 കൊല്ലമായി. ഭയങ്കര ഫാൻസി ഡ്രസ് ആണല്ലോ രഘു. എനിക്ക് മനസ്സിലായില്ല സാറേ. ഒരു ദിവസത്തേക്ക് സിൻഡോയ്ക്ക് വാടകയ്ക്ക് കൊടുത്തു അല്ലേ? സിൻഡോയോ? എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ഇങ്ങനെ ആക്കിയിട്ടു. പോലീസുകാരന്റെ ബുദ്ധിയേ. ഹാരിസേ, ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കും. എന്തുറന്ന് ആ ചാക്കുമാര്? എന്താ ചേട്ടന് കവലയിൽ ഒരു കടയുണ്ട് സാറേ. ചിക്കൻ സ്റ്റാളാ. അവിടുത്തെ. ഹാരിസേ, ഒന്നാമത്തെ കയറി നോക്കി. മാറുന്നുണ്ടോ? വെറുതെ വീട്ടിൽ കയറി കൊണാപ്പിക്കാൻ നിൽക്കില്ല കേട്ടോ സാർ. രഘു സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? പൊട്ടിക്കേണ്ട ക്യാരക്ടറാണല്ലോ. ഞാൻ എന്നാ ചെയ്തിട്ടുണ്ടായി പറയുന്നത്? പോട്ടെ സാറേ, പോലീസ് തന്നെയല്ലേ. ഇറമ്പിൽ രമ്യയെ കൊല്ലാൻ കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഇവിടെ വന്നത്, പിന്നെ ഈ ക്യാനിൽ കാണുന്ന ബ്ലഡ് സ്റ്റെയിൻസ്, ഇതൊക്കെ ചെറിയ കാര്യ. രഘു നടക്ക്. സസ്പീഷ്യസ് ആയിട്ടൊന്നുമില്ല സാർ. ഈ രമ്യ കൊല്ലപ്പെട്ട ദിവസം രഘു എവിടെയായിരുന്നു? മട്ടന്നൂര്. ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ രമ്യ തന്നെ ബന്ധുവൊന്നുമല്ലല്ലോ. മോളിൽ നിന്നുള്ള ഓർഡർ ആയിരിക്കും അല്ലേ സാറേ? CA നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് അത് വേറൊരു പോലീസുകാരെ നല്ലോട്ട് കെട്ടിവെക്കാൻ. എന്നാ അത് എന്റെ നെഞ്ചത്തോട്ട് വേണ്ട. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറോ? ആ പറഞ്ഞത് പറയാത്തൊക്കെ ഞാനൊന്ന് ടാലി ചെയ്ത് നോക്കട്ടെ. വിളിച്ച് വണ്ടി കയറ്റി.